വിലക്കപ്പെട്ട പ്രണയം ഭാഗം 63. അവർ പോയി കഴിഞ്ഞതും ഋഷിയും ശ്രുതിയും ഒക്കെ അവളെ അല്പം വഴക്ക് പറയുക തന്നെ ചെയ്തു. രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കരുത് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അത് കേൾക്കാൻ പിന്നെ താൻ ബാധ്യസ്ഥയായതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും മറുത്തു പറയാതെ അതെല്ലാം ആമി കേട്ടു നിൽക്കുക തന്നെ ചെയ്തു. രാത്രി മുറിയിലിരുന്നപ്പോഴും ആമിയുടെ ചിന്ത അതൊക്കെ തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുറിയിലേക്ക് വന്നു. പകല് മുഴുവൻ കിടന്നുറക്കമായിരുന്നത് കൊണ്ട് രാത്രി ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ണുകൾ ബുക്കിലേക്ക് എത്തപ്പെട്ടത്. കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോലും. ഈ സമയത്ത് വായിച്ചു നോക്കിയാലും പ്രത്യേകിച്ച് തലയിലേക്കൊന്നും കയറാനൊന്നും പോകുന്നില്ല. എങ്കിലും എന്തൊക്കെയുണ്ടെന്നെങ്കിലും നോക്കാമെന്ന് കരുതി അവൾ പഠിക്കാനെന്നവണ്ണം ടേബിളിൻ്റെ അടുത്തേക്കിരുന്നു. സെമസ്റ്റർ എക്സാം കഴിഞ്ഞു വരുന്ന വഴി ബുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പിന്നെ തുറന്നു നോക്കിയിട്ട് പോലുമില്ല. കുറച്ച് സമയം അങ്ങനെ വായിച്ചിരുന്നപ്പോൾ തന്നെ ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിൽ ബാക്കി എല്ലാവരും കിടന്ന് ഇപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാകും. സമയം 12 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഫോണിൽ എന്തെങ്കിലും കളിക്കാമെന്ന് കരുതി ഫോൺ നോക്കിയപ്പോൾ അതിൽ ചാർജും ഇല്ല. എങ്കിൽ പിന്നെ കുത്തിയിട്ട് കിടക്കാമെന്ന് കരുതി ഫോൺ കുത്തിയിട്ട് തിരിഞ്ഞ അതേ സമയത്ത് തന്നെ അതിലേക്കൊരു കോള് വന്നു. നമ്പർ കണ്ടപ്പോൾ തന്നെ അത് എബിയാണെന്ന് മനസ്സിലാക്കാൻ ആമിക്ക് നിമിഷം നേരം മാത്രമേ മതിയായിരുന്നുള്ളൂ. അവൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു വന്നപ്പോൾ തന്നെ അവളുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചുപോയി. വാതിൽ തുറക്ക്, എനിക്ക് കാണണം. ഫോൺ എടുത്ത പാടെ ഒരു ഹലോ പോലും പറയാതെ എബി അതായിരുന്നു ഇങ്ങോട്ട് ചോദിച്ചത്. അത് കേട്ടതും ഇവനിതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന രീതിയിൽ ആമി ഫോണിലേക്കൊന്ന് നോക്കി. എബി തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി. എന്താ? ഞാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്, വന്ന് റൂമിൻ്റെ ഡോറ് തുറക്കാൻ നോക്ക്. അവൻ പറയുന്നത് കേട്ടതും പെട്ടെന്ന് ആമിയുടെ ഉള്ളംകാലിൽ നിന്ന് ഒരാളലും മുകളിലേക്ക് ഉയർന്നു. വരാന്തയോട് ചേർന്നുള്ള മുറിയാണ് തൻ്റേത്. അതിന് പുറത്തുകൂടെയാണ് ഡോറുള്ളത്. ആ ഡോറ് തുറന്നാൽ നേരെ ഇറങ്ങുന്നത് വരാന്തയിലേക്കാണ്. ആമി മുറിയുടെ മുന്നിലായുള്ള ജനൽ വഴി ഒന്ന് പുറത്തേക്ക് നോക്കി. പറഞ്ഞത് സത്യമാണ്. ആള് ഫോണും കയ്യിൽ പിടിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പോകാൻ നോക്കിക്കോ, ഞാൻ വാതിലൊന്നും തുറക്കില്ല. ഋഷിയേട്ടനെങ്ങാനും കണ്ടാൽ പിന്നെ എൻ്റെ വിധി കണ്ടവരാരും ഉണ്ടാവില്ല. പിന്നെ അവൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ വന്ന് കോളിംഗ് ബെൽ അടിക്കും. അടിച്ചോ, കോളിംഗ് ബെൽ അടിച്ച് എല്ലാവരെയും വിളിച്ചുണർത്ത്. ആമി അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തിരിച്ചു പറഞ്ഞു. ഞാൻ കോളിംഗ് ബെൽ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. വാശിയോടെ പറഞ്ഞുകൊണ്ട് എബി ഉമ്മറത്തേക്ക് കയറി വന്നതും ആമി വേണ്ടെന്ന് ഉറക്കെ പറഞ്ഞു. വേണ്ടെങ്കിൽ വാതിൽ തുറക്കാൻ അവനും. ആമി വേഗം തന്നെ വന്ന് വാതിൽ തുറന്നു. എന്താ വേണ്ടത്? അതോ, ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ മറുപടി എന്താണെന്നറിയാൻ വേണ്ടി വന്നതാണ്. എബി ചോദിച്ചതും ആമി അവനെ എന്ത് കാര്യമെന്ന രീതിയിലാണ് നോക്കിയത്. അപ്പോൾ അത് സ്വപ്നമായിരുന്നില്ലേ? സ്വപ്നോ? എബി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അപ്പോഴാണ് ആമിക്ക് താൻ അന്നേരം കണ്ടത് ശരിക്കുള്ള കാര്യമായിരുന്നു, സ്വപ്നമല്ലെന്ന് മനസ്സിലായത്. പറയ്, എന്തായി കാര്യങ്ങൾ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അധികം താമസിക്കാതെ തന്നെ ആമി മറുപടി പറഞ്ഞു. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് വരെ ഇച്ഛായം കാത്തിരിക്കാം. ഇനി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ. അത് പറഞ്ഞ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എബി തിരികെ ഇറങ്ങാനൊരുങ്ങി. ഇതും സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ? പോകാനിറങ്ങി അവൻ തിരികെ വന്ന് വീണ്ടും ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും ആമി അതേ എന്ന രീതിയിലും അല്ലെന്ന രീതിയിലും തലയാട്ടി. അത് കണ്ടതും അവന് ചിരിയാണ് വന്നത്. അവൻ അവളുടെ അരികിലേക്ക് മുഖം താഴ്ത്തി കവിളിൽ പതിയെ ഒന്ന് ചുംബിച്ചു. ശേഷം അവിടെ ഒന്ന് പതിയെ കടിച്ചു. ആമി അവൻ കടിച്ചതും എരിവ് വലിച്ചു പിന്നിലേക്ക് നീങ്ങി. വേണ്ട, അത് വേണ്ട. ഇപ്പം സ്വപ്നമല്ലെന്ന് മനസ്സിലായല്ലോ. ഇനി എൻ്റെ കൊച്ചിരുന്ന് ആലോചിക്ക്. അത് പറഞ്ഞ് അവളുടെ ചുവന്നിരിക്കുന്ന കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആമി. മതിൽ ചാടിയാണ് വന്നിരിക്കുന്നത്. മതിലിനപ്പുറത്ത് കിടക്കുന്ന വണ്ടിയെടുത്ത് അവൻ പോകുന്നത് വരെ അവൾ അവിടെ തന്നെ നിന്നു. അടുത്ത നിമിഷം അവളുടെ ഫോൺ ബെല്ലടിച്ചിരുന്നു. വീണ്ടും എബിയാണ് വിളിക്കുന്നത്. വേഗം വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കടി കുട്ടിപ്പിശാശേ. എബി ഫോൺ എടുത്ത പാടെ പറഞ്ഞതും ആമി വേഗം തന്നെ അകത്തേക്ക് കയറി വാതിലടച്ചു. അകത്തേക്ക് കയറി അവൾ കട്ടിലിലേക്കിരുന്ന് നെറ്റിയിൽ വിരലുകൊണ്ട് തടവി. അവൾക്കാകെ തല പെരുത്തു. എന്താണ് ഇതൊക്കെ കൊണ്ടവൻ ഉദ്ദേശിക്കുന്നത്? അവന് തന്നോട് പ്രണയമാണെന്ന്. ഒരുപക്ഷെ താൻ ഏറ്റവും കൂടുതൽ അറിയാനും കേൾക്കാനും ആഗ്രഹിച്ച കാര്യമാണത്. അത് അവൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ടും സന്തോഷിക്കാനാവുന്നില്ല തനിക്ക്. ഇതൊക്കെ ഇനി എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒടുക്കം എന്താവുമെന്ന് അറിയില്ല. അവന് തന്നോട് പ്രണയമാണ്. അവനോളം തന്നെ ഞാൻ അവനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പറയാനാവില്ല. ഒരിക്കലും അവനെ അത് അറിയിക്കില്ല താൻ. തനിക്ക് അവനിലും മുൻപ് അവനോട് പ്രണയമായിരുന്നു എന്ന കാര്യം ഒരിക്കലും അവൻ അറിയരുത്. തനിക്ക് അവനെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ല. എങ്ങനെയൊക്കെ പോയാലും അവന് തന്നിലും നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടുമെന്ന് അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ മനസ്സിലേക്ക് അന്നേരം അവൻ്റെ ചിന്തകൾ തന്നെ വീണ്ടും കടന്നു വന്നിരുന്നു. ഇവിടെ നിന്ന് അവൻ അങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് എത്തിയോ ആവോ?
ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറടുത്ത് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അവിടെ വരെ പോകുന്നത് അല്പം റിസ്ക്കാണ്. അതോർത്തപ്പോൾ മനസ്സിലെ സമാധാനം വീണ്ടും പോയി. കുറച്ചു സമയം അവൻ ഇങ്ങോട്ട് വിളിക്കുവോ എന്ന് കാത്തിരുന്ന് നോക്കി അവൾ. പക്ഷേ എന്നിട്ടും വിളിക്കുന്നില്ലെന്ന് കണ്ടതും ആമി തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് കരുതി. വിളിച്ചപ്പോൾ തന്നെ അവൻ ഫോൺ എടുക്കുകയും ചെയ്തിരുന്നു. ആമി അങ്ങോട്ട് വിളിക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു. യെസ്, എബിൻ എബ്രഹാമാണ് സംസാരിക്കുന്നത്. കോൾ എടുത്തതും അവൻ വലിയ ആളെപ്പോലെ തമാശ കലർത്തി അവളോട് പറഞ്ഞു. ഫ്ലാറ്റിലെത്തിയോ? അവളുടെ പതുങ്ങിയുള്ള ശബ്ദം. ഇല്ല, ഒരു 10 മിനിറ്റ്, അത് കഴിയുമ്പോഴേക്കും എത്തും. മുത്തശ്ശി? അമ്മാമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് വന്നത് അറിഞ്ഞു കാണില്ല. സൂക്ഷിച്ചു പോകാൻ നോക്ക്. ശരി, ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് തിരിച്ചു വിളിക്കാം. അത് പറഞ്ഞ് എബി വേഗം തന്നെ ഫോൺ വെച്ചിരുന്നു. ഫ്ലാറ്റിലെത്തിയിട്ട് അവൻ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു ആമി. കുറച്ച് സമയം കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ ആമി വേഗം അത് കയ്യിലെടുത്ത് അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫോൺ വരാൻ നീ കാത്തിരിക്കുമായിരുന്നു അല്ലേ? ഫോൺ ആമി എടുത്തപ്പോൾ തന്നെ ഹലോ പറയുന്നതിന് മുന്നേ അവൻ അതാണ് തിരികെ ചോദിച്ചത്. ഞാൻ അങ്ങനെയൊന്നും. ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിൽ ആമി ഉത്തരം മുട്ടിയതുപോലെ ആയിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഈ രാത്രി ഇങ്ങോട്ട് വന്നപ്പോൾ നീ വിളിക്കുവോ ഇല്ലയോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. നീ വിളിച്ചില്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞതുപോലെ നിനക്ക് എന്നോട് പ്രണയമോ അങ്ങനെയുള്ള ഒരു ഇഷ്ടവും ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചേനെ. പക്ഷെ നീ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എത്തിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പാതിരാത്രി ഇത്രയും നേരമായിട്ട് പോലും നീ ഞാൻ വിളിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനും കേൾക്കാനും ഒന്നുമില്ല. നിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നീ പോലും അറിയാതെ പുറത്തു വരികയാണ്. ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനും നോക്കാനുമില്ല. നാളെ തന്നെ ഞാൻ ഋഷിയെയും ലതാമയെയും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഋഷിയേട്ടൻ അറിയുമോ? അവളുടെ ശബ്ദത്തിൽ ഞെട്ടലും പേടിയും ഒക്കെ ഒരുപോലെ കലർന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അവനോടും എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സമ്മതമാണ്. നിന്റെ സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. സമാധാനത്തിൽ എബി പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ മറുവശത്ത് അവളുടെ ഫോൺ കട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു. അവളുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ഓരോ ചിന്തകളായിരുന്നു അന്നേരം ഇതറിഞ്ഞപ്പോൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇല്ല, ഞാൻ കൊള്ളില്ല. ഞാൻ ചീത്തയാണ്. ആൾക്ക് എന്നിലും നല്ല ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. ഞാൻ ഒരിക്കലും ആൾക്ക് ചേരില്ല. അല്ലെങ്കിലും ഒരു 2ാം കെട്ടുകാരിയെ വിവാഹം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹത്തിനുള്ളത്? അവളുടെ മനസ്സിൽ അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ രാത്രി അവൾക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അല്പം വൈകിപ്പോയിരുന്നു. തലേ ദിവസം ഒരുപാട് നേരം ഉറക്കവളച്ചിരുന്നത് കൊണ്ട് തന്നെ അല്പസമയം കൂടുതൽ ഉറങ്ങിപ്പോയിരുന്നു. എങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിലേക്ക് വരണം കേട്ടോ. ഋഷി പറഞ്ഞതും ആമി അറിയാതെ തന്നെ തലയാട്ടിപ്പോയി. എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതിനുള്ള ഏകദേശം ഒരു ധാരണ അവൾക്കുണ്ടായിരുന്നല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ശ്രുതി, ഋഷിയേട്ടൻ, ലതാമ്മ, അങ്ങനെ എല്ലാവരും. സോഫയിലേക്ക് തട്ടിക്കൊണ്ട് ഋഷി അങ്ങോട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ആമി അങ്ങോട്ടിരുന്നു. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന കാര്യം നിനക്കറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഋഷി പറഞ്ഞതും ആമി വെറുതെ തലയാട്ടി. എൻ്റെ മോള് ഇതിനാലോചിച്ചൊരു തീരുമാനം എടുക്കണം. എബി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതവൻ എന്നോട് ഈ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതുമാണ്. നിൻ്റെ മുൻപുള്ള കാര്യങ്ങളൊന്നും അവനൊരു പ്രശ്നമല്ല. നിന്നെ മാത്രം മതി അവന്. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊന്നും നീ അറിയണമെന്നില്ലെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനമാണെങ്കിലും ശരിക്കും ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും നിന്നെ ഇവിടെ നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതോ കൊണ്ടോ അല്ല. എബി അത്രയും നല്ലൊരാളായതുകൊണ്ടും നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ടുമാണ്. അവനിലും മികച്ച ഒരാളെ കണ്ടുപിടിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഋഷി പറയുന്ന ഓരോ കാര്യങ്ങളും ആമി ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ശരിയാണ് ഋഷിയേട്ടാ. പക്ഷേ എനിക്ക് ആളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. ആമി എല്ലാവരിൽ നിന്നുമുള്ള നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നത് ആമി? അത് ചോദിച്ചത് ശ്രുതിയാണ്. ശ്രുതി അങ്ങനെ ചോദിച്ചതും ആമി അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്തതുപോലെ നോക്കി. നിനക്ക് എബിയെ ഇഷ്ടമാണ്. അല്ലെന്ന് നാവ് കൊണ്ട് നീ എത്ര പറയാൻ ശ്രമിച്ചാലും അത് സത്യമാകാൻ പോകുന്നില്ല. പിന്നെ തെളിവാണ് നീ ചോദിക്കുന്നതെങ്കിൽ നിന്റെ ബാഗിൽ നീ ആരും അറിയാതെ അവനും നീ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും നീ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതും ഫോണിൽ അവൻ്റെ ഫോട്ടോകൾ നോക്കുന്നതുമൊക്കെ ഞാൻ അറിയാതെ തന്നെ കണ്ടുപോയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനുള്ള തെളിവ് വേണമെന്നില്ല. ശ്രുതി അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞതും ആമി ഉത്തരവില്ലാത്തതുപോലെ ഇരുന്നു പോയി. സത്യമാണ്, പലപ്പോഴും അങ്ങനെ നോക്കിയിരുന്നൊക്കെ പോയിട്ടുണ്ട്. ശരിയാ, നിങ്ങൾ പറയുന്നതും ചിന്തിച്ചതും ഒക്കെ ശരിയാണ്.
എനിക്കിഷ്ടമാണ്, പക്ഷേ അതിനുള്ള യോഗ്യത എനിക്കില്ല. അതെന്നേക്കാളും നന്നായിട്ട് ആർക്കാ മനസ്സിലാവുക? അയാളെ സ്നേഹിക്കുവാനോ അയാളുടെ ഭാര്യയായി കഴിയുവാനോ ഉള്ള യോഗ്യത എനിക്കില്ല. ഞാൻ ഞാൻ ചീത്തയാണ്. കൊള്ളില്ല, എന്നെ കൊള്ളില്ല. ആദ്യം ഗൗരവത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. എന്നെ കൊള്ളില്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും അവൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ആമി. തോളിൽ ഒരു കരസ്പർശവും ഒപ്പം തനിക്ക് ഏറെ പ്രിയപ്പെട്ട ശബ്ദവും കേട്ടതും ആമി വേഗം തന്നെ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആമി ഞെട്ടലോടെയാണ് നോക്കിയത്. മുത്തശ്ശി. കരയുന്നത് കൊണ്ട് തന്നെ അവളുടെ ശബ്ദം പതറിപ്പോയി. മുത്തശ്ശി കൈ ഉയർത്തി അവളുടെ മുഖത്തെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു. എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുന്നത്? മുത്തശ്ശി അങ്ങനെ ചോദിച്ചപ്പോഴേക്കും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ചെയ്തത്. അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ അപ്പുറത്തും പുറത്തേക്കുമൊക്കെ ഒന്ന് പാഞ്ഞുപോയി. എബിയാണോ നോക്കുന്നത്? മുത്തശ്ശി ചോദിച്ചതും ആമി പിടച്ചിലോടെ നോട്ടം മാറ്റി. അവൻ എന്നെ ഇവിടെ ഇറക്കിയിട്ട് അവൻ വാങ്ങാൻ പോകുന്ന സ്ഥലം വരെ പോയി. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. അവളുടെ നോട്ടം കണ്ട് മുത്തശ്ശി തന്നെ കാര്യം പറഞ്ഞു. എൻ്റെ കുട്ടി എന്തിനാ ഇങ്ങനെ കരഞ്ഞത്? അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് മുത്തശ്ശി ചോദിച്ചതും ആമി ഒന്നും മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ആമി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും മുത്തശ്ശി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരോടുമായി മുത്തശ്ശി പറഞ്ഞതും പെട്ടെന്ന് ആമിയുടെ അടക്കം എല്ലാവരുടെയും ശ്രദ്ധ മുത്തശ്ശിയുടെ നേർക്കായി. എൻ്റെ കൊച്ചുമോൻ എബിൻ എന്നോട് ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞു. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ ആമി മുഖം കുനിച്ചു കളഞ്ഞു. അത് എനിക്ക് കൂടി ഏറ്റവും പ്രിയപ്പെട്ടൊരുവളായതുകൊണ്ട് എനിക്ക് കൂടുതൽ എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. ഇനി അവളുടെ വീട്ടുകാരോടാണല്ലോ അത് ചോദിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ലതേ, ആമിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് വന്നതുകൊണ്ട് അവളെ ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മകളായിട്ടെ അന്നും ഇന്നും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സ്ഥാനത്തേക്ക് തന്നെയാണ് ഞാൻ അവളെ വിളിക്കുന്നത്. അവളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. മുത്തശ്ശി എഴുന്നേറ്റ് ലതാമ്മയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എന്തുകൊണ്ടോ ആ നിമിഷം മുത്തശ്ശിയുടെയും ലതാമ്മയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ലതാമ്മ അങ്ങനെ പറഞ്ഞതും ആമി ഞെട്ടലോടെ അവരെ മുഖമുയർത്തി നോക്കി. എനിക്ക് സന്തോഷമേ ഉള്ളൂ മുത്തശ്ശി. ആമി ഇവിടെ നിൽക്കുന്നതിനേക്കാളും അവിടെയാണ് സന്തോഷവതിയായിരിക്കുക എന്നതെനിക്ക് ഉറപ്പാണ്. എന്ന് കരുതി ഈ വീട്ടിൽ നിന്ന് അവളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുവൊന്നുമില്ല. അവളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കൊതി തീർന്നിട്ടുമില്ല. എങ്കിലും ഈയൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ലതാമ്മ പറഞ്ഞതും ആമി തലകുനിച്ചിരിക്കുകയാണ് ചെയ്തത്. ആമി. മുത്തശ്ശി ഗൗരവത്തോടെ വിളിച്ചതും വേഗം അവൾ തലയുയർത്തി നോക്കി. തെറ്റ് ചെയ്തവരാണ് തലകുനിച്ചിരിക്കുക എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടും ആമി വീണ്ടും തലകുനിച്ചിരിക്കുക തന്നെയാണ് ചെയ്തത്. ഞാൻ തെറ്റ് ചെയ്തവളാണ്. വീണ്ടും ഒരു തെറ്റാവർത്തിക്കാൻ ആവില്ല എനിക്ക്. ഒരു വിവാഹം കഴിച്ചു പോയതാണ് നീ ഉദ്ദേശിക്കുന്ന തെറ്റെങ്കിൽ അതൊരിക്കലും നിന്റെ തെറ്റായിരുന്നില്ലല്ലോ. ഇനിയും എന്തിനാ ഈ വാശിയും മറ്റുമൊക്കെ? പറ്റുന്നില്ല മുത്തശ്ശി, പറ്റില്ല എനിക്ക്. തലകുനിച്ചിരുന്നുകൊണ്ട് തന്നെയാണ് അവൾ ഓരോന്നും പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അവളുടെ കവിളുകളെ നനച്ച് താടിത്തുമ്പിൽ നിന്ന് ഒഴുകിയിറങ്ങി. എല്ലാവരും ഒന്നും മിണ്ടിയില്ല. നിശബ്ദത. അതിനിടയിൽ തൻ്റെ മുന്നിലേക്ക് വന്ന ആ കൈ കണ്ടതും ആമി ഞൊടിയിടയിൽ തല മാത്രം ഉയർത്തി അവനെ നോക്കി. അവൻ അവൾക്ക് നേരെ കൈ നീട്ടി പിടിച്ചു. എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അതൊന്നും രണ്ടുപേരുടെയും ചിന്തയിലില്ല. ആമി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന് പോയി. തനിക്കായി ആ കണ്ണുകൾ തിളങ്ങുന്നു, തന്നെ ആഗ്രഹിക്കുന്നു, തന്നെ വേണമെന്ന് പറയും പോലെ. അവൻ കണ്ണുകൾ കൊണ്ട് കൈയിലേക്ക് അവളുടെ കൈവയ്ക്കാൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലൂടെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അറിയാതെ അവൾ അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു. ഒരിടം വരെ പോയിട്ട് വരാം. ആമി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ കൂടെ പോയിരുന്നു. ചുറ്റുമുള്ളതൊന്നും ആ നിമിഷം അവളോ അവനോ ശ്രദ്ധിച്ചിരുന്നില്ല. അവർ മാത്രം, ആമിയും എബിയും മാത്രം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.